ഹലോ, ഐ ആം നബുല ആൻഡ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു 2 ദിവസത്തെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങളിത് എൻജോയ് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് മധ്യപ്രദേശാണ് കേട്ടോ. ഇവിടെ വന്നിട്ടൊരു 1 month ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ എനിക്ക് അധികം ഇഷ്ടമില്ല നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ. പിന്നെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതാണ് ഒന്നാമത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഷവർമ. സോ അതന്നെ വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോണത്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്തിനെ പറ്റി. ശരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്നതും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലത്തെ പോലും ആവില്ല, ഒന്നും കിട്ടൂല, ഭയങ്കര ബോറടി കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞങ്ങളുള്ളത് ഇവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റിലാണ്. ഇവിടെ ഏകദേശം എല്ലാത്തിനും നല്ല ചീപ്പ് റേറ്റാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മളെ അധികം ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചീപ്പ് റേറ്റിൽ ഇവിടെ ഡ്രസ്സസ്, വെഡ്ഡിങ് ഡ്രസ്സസ്, അതുപോലെ തന്നെ നല്ല ആക്സസറീസൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ആ സെക്ഷനിക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം, എൻ്റെ ഒപ്പം നിൽക്കണം എന്നൊക്കെ. അത് പറയാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഞാൻ അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 ഐറ്റം ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം അവിടെ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോകമാണ്. കാരണം നമ്മൾ എടുക്കുമ്പോൾ വേറൊന്ന് കണ്ടാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ നമ്മൾ ഓൺലൈനിൽ കാണുന്നതിൻ്റെ പകുതി മടങ്ങ് വിലക്കുറവാണ് ഇവിടെ. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എനിക്ക് ആദ്യമൊന്നും ഈ ഓർണമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസോ ഇതിനോടൊരു ക്രേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാനിത് കുറേ കളക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഇത് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നിയത് എനിക്കിപ്പോഴാണ്. സോ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള ജ്വല്ലറി ബോക്സ്. എനിക്കൊരു നല്ലൊരു ബോക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു ജ്വല്ലറി ബോക്സൊക്കെ മേടിക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ മോർണിംഗ് ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഒരു വാക്കിനൊക്കെ പോവും. അധികം ആൾക്ക് മോർണിംഗിൽ തന്നെ നേരത്തെ പോയി ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ദിവസവും പറ്റാറില്ല. പക്ഷേ കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വാക്കിന് പോവും. അതേപോലെ തന്നെ നൈറ്റിലും പോവും. അല്ലാത്ത ടൈമിലൊന്നും നമുക്കിവിടെ പുറത്തിറങ്ങാനേ കഴിയില്ല, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ വർക്കില്ല. ഞങ്ങളിവിടെ എങ്ങോട്ട് പോയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് പുറത്ത് പോകണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വണ്ടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കൊന്നും പോകാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ 3 പേരുണ്ട്, ഞാൻ, ഹസ്ബൻഡ് ഉമ്മയും കൂടെയാണ്. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ ഒരു മെയിൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് സവാനയിൽ നിന്ന് ഞാനൊരു നൈറ്റ് ഡ്രസ്സും ഞാനൊരു ചെറിയ റെഡ് ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേഗം റെഡി ആയിട്ട് പോകാം. ഞാനൊരു വൈറ്റ് ടീഷർട്ടും അതേപോലെ തന്നെ നിങ്ങളെല്ലാപ്പോഴും കാണുന്ന എൻ്റെ ബ്ലൂ ജീൻസും പിന്നെ ഒരു റെഡ് സ്കാർഫും പിന്നെ അതിൽ തന്നെ ചെറിയ കളറുള്ള ഒരു ഷൂവും അതേപോലെ തന്നെ സവാനയിൽ നിന്ന് ഞാൻ മേടിച്ച ബാഗുമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു, ബട്ട് ടൈം കുറവായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നല്ല, ആരും അങ്ങനെ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും യൂസ് ആക്കൂല അധികം.
പറയുമ്പോൾ ഇവിടെ പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആരും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഒരു ബൈക്കുമ്പോൾ തന്നെ 5 6 ആൾക്കാരൊക്കെ പോകണ കാണാം. ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇത് ജബൽപൂരിലുള്ള ബേഡാഘാട്ട് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള ഒരു ഫേമസ് സ്പോട്ടാണ് കേട്ടോ. നർമ്മദാ നദിയുടെ തീരത്തുള്ള മനോഹരമായ മാർബിൾ റോക്സ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ടൈം ഇപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. സൺഗ്ലാസ് വെക്കാണ്ട് ഒന്നും കാണാനും പറ്റില്ല. കേബിൾ കാറിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ കേബിൾ കാറിൽ കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിലുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അത് അവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇനി ഇവിടുത്തെ മെയിൻ പരിപാടി ഷോപ്പിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഷോപ്പിംഗ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ അത് ഭയങ്കര ഒരു യുണീക്ക് എക്സ്പീരിയൻസ്. അത് എക്സ്പ്ലോർ ചെയ്യും. ഇവർക്ക് മെയിൻ ജ്വല്ലറീസ് ആണ്. അതേപോലെ തന്നെ മാർബിൾ റോക്സ് വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എനിക്ക് എന്തൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയും വരാമല്ലോ, ഇവിടെ തന്നെയാണല്ലോ വിചാരിച്ച് പിന്നെ ഞാനധികം മേടിക്കാനൊന്നും നിന്നില്ല. ഇനിയാണ് നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് പോണത്. അതായത് മാർബിൾ റോക്സിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു ബോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴും ഇവിടുത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളൊക്കെ കണ്ട് ഇവിടെ ഞങ്ങൾ ഏകദേശം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ബാർഗെയിനിങ് ആണ് മെയിനായിട്ട് വരുന്നത്. പല റേറ്റ് നമ്മളോട് പറയും, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ വെയിറ്റ് ചെയ്യേണ്ട ടൈമിൽ ഞാൻ നല്ലൊരു അടിപൊളി കുൽഫി കഴിച്ചു കേട്ടോ. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും നേരം വെയിറ്റ് ചെയ്തതിൽ ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. കാരണം വെതർ അത്യാവശ്യം നമുക്ക് അഡാപ്റ്റ് ആയി വന്നിട്ടുണ്ട്. വെയിലൊക്കെ പോയി, സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചൂട് പോയി. അത് പോയാൽ തന്നെ ഏകദേശം സമാധാനമായി. ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കും ഉമ്മാക്കും ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കേട്ടിരിക്കണ്. ഇവർ ചിരിക്കണുണ്ട്, പല എക്സ്പ്രഷനും ഉണ്ട്. പക്ഷെ നമുക്കത് കാണാനേ യോഗമുള്ളൂ. ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഷാരൂഖ് ഖാൻ വന്നിരുന്നു, കത്രീന കൈഫ് വന്നിരുന്നു, ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചെറിയ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇവരുടെ ഭക്തി, ദൈവം, ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ പറയണത്. अभी आप लोग ना साधु महात्मा देखो. ഐ ഹോപ്പ് നിങ്ങൾ വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.